ഗ്രോ ചെയ്യാൻ എല്ലാ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വേക്കൻസീസ് നമ്മളുടെ രാജ്യത്ത് വരുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ കാരണം വേറൊരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ്. പണിയെടുക്കാനുള്ളൊരു എല്ലാവർക്കും പെട്ടെന്ന് വന്ന് ഒരു ഗ്ലാസ് ക്യാബിനിലിരുന്ന് AC ഒക്കെ ഇട്ടിട്ട് കറങ്ങണ കസേര ഇരിക്കണം, ഇതാണ് അവരുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കി ആദ്യം വരുന്നത്. നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഫ്രഷേഴ്സ് ഒരുപാട് ലുലു ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അവിടെ ജോലിക്ക് വരുന്ന കുട്ടികൾ പെട്ടെന്ന് വിട്ടിട്ട് പോകും. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, സാർ എനിക്കൊരു ഐഫോണും ഒരു ബൈക്കും മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി നിർത്താം. ഇതാണ് ലൈഫ് എന്നാണ് പല കുട്ടികളുടെയും വിചാരം. അവർ ആ ഷെല്ലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ അവരുടെ കാര്യം തൽക്കാലം മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഇവർക്കുള്ള സാധ്യതകൾ ഇവർ കാണാതെ പോകുന്നത്. പിന്നെ അവർ ടെക്നിക്കലി സൗണ്ടാണ്. നമ്മുടെ കമ്പനീസ് ഇഷ്ടംപോലെ ആളുകൾ ആവശ്യമുണ്ട്. പക്ഷേ ഈ ടെക്നിക്കലി സൗണ്ട് ആണ് എന്നുള്ള കാര്യം വൃത്തിക്ക് ഒരു കമ്പനിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് ചില സമയത്ത് പറ്റാറില്ല. അത് ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെങ്കിൽ ശശി തരൂർ ആവണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവർ ഉദ്ദേശിക്കുന്ന സാധനം അത് ഇന്ത്യൻ സിറ്റിയിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കിട്ടിയാൽ മതി.